ഉപ്പാ ഒന്ന് ഫോൺ തരോ? നിനക്കെന്തിനാ ഫോണ്? എനിക്ക് യൂട്യൂബ് കാണാനാന്നുപ്പാ. ഈ യൂട്യൂബ് മാത്രല്ലേ ഇപ്പൊ ഓപ്പൺ ആവുന്നുള്ളൂ? യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ ചോദിച്ചത്? അത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടാ. ഇതുപോലെ നിങ്ങളുടെ മൊബൈലും ചോദിച്ച് ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നെങ്കിൽ ഞാൻ ഈ സെറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവർ എന്തിനാണ് നിങ്ങളോട് ചോദിച്ചത് അത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും അലോ ആപ്സ് ടു ബി പിന്നഡ് എന്ന ഓപ്ഷൻ ഓഫിലാണ് ഉള്ളത്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ ഇത് കണ്ടെത്തുന്നില്ലെങ്കിൽ പിന്നഡ് ആപ്പ് എന്നോ അല്ലെങ്കിൽ പിൻ ആപ്പ് എന്നോ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അത് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് എന്തിനാണ് നിങ്ങളുടെ മൊബൈൽ ചോദിക്കുന്നത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ റീസെൻറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്പിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ പിൻ ദിസ് ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രേ ചെയ്യണ്ടു. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു യൂട്യൂബ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് അവർക്ക് ബാക്ക് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ റീസെൻറ്റ് ബട്ടണോ ഹോം ബട്ടണോ അവർക്ക് പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി തിരിച്ച് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കണമല്ലോ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഇതുപോലെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ആ ഒരു ഓപ്ഷനിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടോ, എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുപോലെ നിങ്ങൾ മൊബൈൽ കൊടുത്തവർക്കും ചെയ്തൂടെ എന്ന്. അത് ചെയ്യാതിരിക്കാൻ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ഓപ്പൺ ചെയ്ത അലോ ആപ്സ് ടു ബി പിന്നഡ് എന്ന ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഓണിലായിരിക്കും. താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ലോക്ക് ഫോൺ ആഫ്റ്റർ അൺപിന്നിങ് എന്ന ഭാഗം, അത് ഓഫിലാണ്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾ സാധാരണ പോലെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റീസെൻറ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ നേരത്തെ കൊടുത്തതുപോലെ ഇവിടെ ആ ഒരു ആപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പിൻ ദിസ് ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഓക്കെ കൊടുത്തു. അവർക്ക് യൂട്യൂബ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവർ യൂട്യൂബ് കാണുന്ന സമയത്ത് ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ ഹോം ബട്ടണോ റീസെൻറ്റ് ബട്ടണോ ഒന്നും അവർക്ക് പ്രസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവർക്കറിയാം റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ അവർക്ക് റിമൂവ് ചെയ്യാമെന്ന്. പക്ഷേ അവർക്ക് റിമൂവ് ചെയ്യാനും സാധിക്കില്ല. നമ്മൾ മൊബൈലിൽ കൊടുത്ത പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അത് കൊടുത്താൽ മാത്രമേ അവർക്ക് അതിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിംഗ്സും കൂടി നിങ്ങൾ എനേബിൾ ചെയ്തതിന് ശേഷം കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.